Hello and welcome to CSR Educators. Today we will discuss some very important topic from the Constitution of India, that is amendment. ചിലപ്പോഴെങ്കിലും ചില സമയത്ത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടായേക്കാം. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് സീരീസിൽ എന്തുകൊണ്ടാണ് അമെൻഡ്മെന്റ് എന്ന ഒരു ഭാഗം ആദ്യം തുടങ്ങുന്നത് എന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രിയാമ്പിൾ ഡിസ്കസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സെലിയൻ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവിടെ തുടങ്ങി മുന്നോട്ട് നമ്മൾ ഏതൊക്കെ കോൺസെപ്റ്റുകൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും അവിടെയെല്ലാം വളരെയധികം പ്രാധാന്യത്തോടു കൂടി വരുന്ന ഒരു വാക്കാണ് അമെൻഡ്മെന്റ് എന്ന വാക്ക്. അതുകൊണ്ട് തന്നെ അമെൻഡ്മെന്റ് എന്ന ഒരു പ്രൊസീജിയറിനെ കുറിച്ച് ആ സാഹചര്യത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സംശയങ്ങൾ ദൂരീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ ഈ ഒരു സാധ്യതയുമായിട്ടുള്ള ഈ അമെൻഡ്മെന്റ് എന്ന പ്രൊസീജിയർ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് അമെൻഡ്മെന്റ്. നമുക്ക് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 368 അല്ലെങ്കിൽ പാർട്ട് 20 മാത്രമാണ് ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചിട്ടുള്ള ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള പരാമർശങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ രണ്ട് തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. സാധാരണ നോർമലി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് അമെൻഡ്മെന്റ്, എങ്ങനെയാണ് അമെൻഡ്മെന്റുകൾ സംഭവിക്കുക, അതുപോലെ തന്നെ എന്താണ് ഇനി ഏതൊക്കെ ഭാഗങ്ങളാണ് അമെൻഡ് ചെയ്യാൻ സാധ്യമായ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പരിശോധിക്കും. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന മറ്റൊരു വിഷയമാണ് ഏതൊക്കെ മെജോറിറ്റീസ് ആണ് ഭരണഘടനാ ഭേദഗതികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ വൈവിധ്യങ്ങളായിട്ടുള്ള മെജോറിറ്റീസ് ഏതൊക്കെയാണ് എന്ന ചർച്ചയും നമ്മൾ ചെയ്യും. എന്നാൽ ഇതിനപ്പുറത്ത് മാറി നിന്ന് ചിലപ്പോഴെങ്കിലും ബേസിക് സ്ട്രക്ചർ ഡോക്ടറിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴും നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഈ അമെൻഡ്മെന്റിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു പരാമർശങ്ങൾ പലപ്പോഴും അവിടെയും വരാറുണ്ട്. എന്നിരുന്നാൽ തന്നെയും we will have to start amendment in a different perspective. നമ്മൾക്കറിയാം, ഇന്ത്യൻ ഭരണഘടന 1950 ജാനുവരി 26 ഫോം ചെയ്ത അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ട ഭരണഘടന 2021 ഈ ഒരു ദിവസത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇനി മുന്നോട്ടുള്ള ഏതൊരു ദിവസത്തിലേക്ക് പോയാലും ശരി, 2022 ആവാം, 25 ആവാം, 30 ആവാം, 35 ആവാം, ഈവൻ 50 ആകാം, ഓർ ബിയോണ്ട്. ഇത്തരത്തിലേക്കുള്ള എത്ര കാലഘട്ടം മുന്നോട്ട് പോയെന്ന് പറഞ്ഞാലും ഈ ഭരണഘടന എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഒരു കണ്ടിന്യൂസ് ഇവല്യൂഷന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു നിയമസംഹിത തന്നെയാണ്. ആദ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ 1950 നമ്മൾ ഫോർമലി അല്ലെങ്കിൽ എനാക്ട് ചെയ്ത ഭരണഘടനയ്ക്ക് അതിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ നിന്നും വ്യതിചലിക്കാതെ ഇറ്റ് ഈസ് ബീങ് കണ്ടിന്യൂസ്ലി ഇവോൾവ് എന്ന് വേണമെങ്കിലും നമുക്ക് ഇതിനെ ഡിസ്കസ് ചെയ്യാം. കാര്യം അതെന്തുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കും. ബട്ട് ഫോർ ദ ടൈം ബീങ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് അമെൻഡ്മെന്റ്, ഏതൊക്കെ ആർട്ടിക്കിളിലാണ് അമെൻഡ്മെന്റുകളെ കുറിച്ച് സംസാരിക്കുക, അതുപോലെ തന്നെ ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, അതുപോലെ തന്നെ എന്തെങ്കിലും ക്രിറ്റിസിസം ഉണ്ടെങ്കിൽ അതുമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് നോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് അമെൻഡ്മെന്റ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറയുന്നു, a small change or improvement that is made to a document or proposed new law. The process of changing a document or proposed new law, that is as per Oxford Dictionary. ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളെയോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റിനെയോ അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന പദമാണ് അമെൻഡ്മെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രിസൈസ്ലി ഒരു ഡോക്യുമെന്റിന് അല്ലെങ്കിൽ ഒരു ന്യൂ ലോ, പുതിയ നിയമത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ട ഒരു പ്രൊപ്പോസലിനെയാണ് അമെൻഡ്മെന്റ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്നതാണ്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിൽ പലപ്പോഴും എന്താണ്, ഭരണഘടനാ ഭേദഗതികൾ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രമല്ല, ചിലതിനെ അപ്ഡേറ്റ് ചെയ്യാനും ചിലതിനെ എടുത്തു കളയാൻ വേണ്ടിയിട്ടുമുള്ള ചില സാധ്യതകൾ ഈ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നു. അതിനൊക്കെയുള്ള ഒരു ടൂളാണ് നമ്മൾ ഈ ഭരണഘടനാ ഭേദഗതികൾ എന്നറിയപ്പെടുന്ന പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, പാർട്ട് 20 ആർട്ടിക്കിൾ 368 ഇത് പലപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള IBPS, PSC പോലുള്ള പരീക്ഷകളിൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ് അറിയപ്പെടുന്നത്, ഏത് ആർട്ടിക്കിളിലാണ് അറിയപ്പെടുന്നത് എന്ന ചോദ്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. What is Article 368 is all about? To define the constitutional amendment process,
Article 368 of Part 20 of Indian Constitution provides two types of amendment. First one is by a special majority of Parliament, and second one is a special majority of Parliament with ratification by half of the total state. ഒന്ന് പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റി പ്രകാരവും, രണ്ട് പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റിയും അതിനോടൊപ്പം തന്നെ ആകെ സംസ്ഥാനങ്ങളുടെ ടോട്ടൽ സ്റ്റേറ്റ്സിന്റെ പകുതിയോളം വരുന്ന സംസ്ഥാനങ്ങളുടെ അംഗീകാരം കൂടി വേണ്ടുന്ന ചില പ്രൊവിഷനുകളും നമ്മുടെ ഭരണഘടനയിലുണ്ട്. അതായത് ഭരണഘടനയുടെ നല്ലൊരു ശതമാനം ഭാഗങ്ങളും പാർലമെന്റിന് സ്വതമേ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ പാർലമെന്റിന്റെ പ്രൊസീജിയർ വഴി അമെൻഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ ചില പ്രൊവിഷൻസ്, ഇന്ത്യൻ ഭരണഘടനയിലെ ചില ഭാഗങ്ങൾ പാർലമെന്റിന് മാത്രമായിട്ട് അമെൻഡ് ചെയ്യാൻ സാധിക്കില്ല. പ്രിസൈസ്ലി ചില കാര്യങ്ങൾ, അതായത് ഈ രാജ്യത്തിന്റെ ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അവകാശം പാർലമെന്റിന് മാത്രമല്ല സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലും നിക്ഷിപ്തമാണ്. എന്നാൽ പാർലമെന്റിന് മെജോറിറ്റി ഓഫ് ദ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അമെൻഡഡ് ബൈ ദ വിൽ ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ തീരുമാനപ്രകാരം മെജോറിറ്റേറിയൻ ഭാഗങ്ങളും അമെൻഡ് ചെയ്യാനുള്ള അവകാശം പാർലമെന്റിനുണ്ട്. ആ അവകാശം ഗ്രാന്റ് ചെയ്തിരിക്കുന്ന പാർട്ടാണ് പാർട്ട് 20 ആർട്ടിക്കിൾ 368 എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഭരണഘടനാ ഭേദഗതികൾ സംഭവിക്കപ്പെടുക? നമുക്ക് അതിനു മുൻപ് പാർലമെന്റിന്റെ ഒരു അടിസ്ഥാന രീതികൾ, അടിസ്ഥാന സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, രാജ്യസഭ എന്ന പേരുള്ളതും ലോക്സഭ എന്ന പേരുമായിട്ടുള്ള രണ്ട് സഭകൾ ചേർന്നതാണ് പാർലമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. പാർലമെന്റ് എന്ന് പറയുന്നത് ഇരു സഭകൾ ചേരുന്ന ഒരു വലിയ ഹൗസ് ആണ്. അതിന് ഒന്നാമത്തെ സഭയാണ് രാജ്യസഭ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഉപരിസഭ എന്ന് വിളിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ രാജ്യസഭ ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്നും വിളിക്കാറുണ്ട്. ഇപ്പൊ ചില അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. ലോക്സഭയെ നമ്മൾ മറ്റു പേരുകൾ വിളിക്കുന്നത് ഹൗസ് ഓഫ് പീപ്പിൾ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഇവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നമ്മളുടെ രാഷ്ട്രപതി. ഇപ്പൊ ലോക്സഭയ്ക്കോ രാജ്യസഭയ്ക്കോ രാഷ്ട്രപതി അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ അവതരിപ്പിക്കുവാനുള്ള അവകാശമുണ്ട്. അപ്പൊ അതിലേക്ക് എത്തുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പദമാണ് ബിൽ എന്നാൽ എന്താണ് എന്നത്. ബിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് എ പ്രൊപ്പോസ്ഡ് റിട്ടൺ പ്രൊപ്പോസൽ ഫോർ ആൻ അമെൻഡ്മെന്റ്. ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ എന്ന് പറയുന്നത് ഭരണഘടന അമെൻഡ് ചെയ്യാനുള്ള, ഭേദഗതികൾ നടത്തുവാനുള്ള ഒരു റിട്ടൺ പ്രൊപ്പോസൽ മാത്രമാണ് ബിൽ എന്ന് വിളിക്കുന്നത്. ഇവയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് പ്രൈവറ്റ് മെമ്പർ ബിൽ എന്നും പബ്ലിക് ബില്ലുകൾ എന്നും ഇതിനെ വിളിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു മിനിസ്റ്റർ അവതരിപ്പിക്കുന്ന ബില്ലുകളാണെങ്കിൽ പബ്ലിക് മെമ്പർ ബില്ലെന്ന് നമ്മൾ അറിയുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നു. മിനിസ്റ്റർ അല്ലാത്ത ഏതൊരു മെമ്പറും, അതായത് ഭരണകക്ഷിയാണെങ്കിലും ശരി പ്രതിപക്ഷമാണെങ്കിലും ശരി, ആ ഇരു വിഭാഗത്തിലും പെടുന്ന സാധാ മെമ്പർമാർ, MP-മാർ അവതരിപ്പിക്കുന്ന ബില്ലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൈവറ്റ് മെമ്പർ ബിൽ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ബില്ല് ആണ് നമ്മൾ രാജ്യസഭയിലോ ലോക്സഭയിലോ അവതരിപ്പിക്കുവാനുള്ള അവകാശം പാർലമെന്റിനുണ്ട്. അതായത് ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ അവതരിപ്പിക്കപ്പെടുന്നത് രാജ്യസഭയിലോ ലോക്സഭയിലോ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. അതിനായിട്ട് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുവാദം വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതായത് ചില കേസുകളിൽ, ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ ഫൈനാൻസ് ബില്ല് പോലുള്ള ചില ബില്ലുകൾ, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ പോലുള്ള ബില്ലുകൾ അവതരിപ്പിക്കുന്നതിന് മുൻപ് we have to get the permission from the President of India. Unless and until the consent availed from the President of India, no member can initiate any bill, particularly in the field of state reorganization or in the finance. നമ്മൾക്ക് അങ്ങനെ ഒരു ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള അവകാശം ഉണ്ടാവുന്നില്ല. But in the case of Part 20, Article 368, we can introduce a constitutional amendment bill.
without the prior consent of President of India. രാഷ്ട്രപതിയുടെ മുൻകൂർ അനുവാദം ആവശ്യമില്ല. എന്തിനു വേണ്ടിയിട്ട്? ഈ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ അവതരിപ്പിക്കുവാനുള്ള അവകാശം മെമ്പറിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ you can, if you want to introduce it in Rajya Sabha, that is okay, or even if you want to introduce the constitutional amendment bill in Lok Sabha, that is okay. രണ്ട് രീതിയിലും എന്താണ്, നമുക്ക് രണ്ട് സഭകളിലും ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ അവതരിപ്പിക്കുവാനുള്ള അവകാശമുണ്ട്. Let's consider about this Rajya Sabha. But Rajya Sabhയിൽ ഒരു distinguished member, he or she introduced this constitutional amendment bill. രാജ്യസഭയിൽ നമ്മൾ മെജോറിറ്റികളെ കുറിച്ച് നോക്കുമ്പോൾ എന്തൊക്കെയാണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ബട്ട് ഫോർ ദ ടൈം ബീങ് ഇവിടെ ഒരു സ്പെഷ്യൽ മെജോറിറ്റി എന്ന് മാത്രമാണ് ഞാൻ ഇതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. രാജ്യസഭയിൽ ആ ബിൽ അവതരിപ്പിക്കുകയും ആ ബിൽ സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാവുകയും ചെയ്താൽ then the bill will be transferred to the other house. അവിടെയും എന്ത് ചെയ്യണം? ഈ എൻറ്റയർ പ്രോസസ്, അതായത് ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, ഡിബേറ്റ്, അതിനുശേഷം എന്ത് ചെയ്യണം? വോട്ടെടുപ്പ് നടക്കണം. അവിടെയും ബില്ല് പാസ്സായെങ്കിൽ, അതും സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ, ഇറ്റ് വിൽ ബി സബ്മിറ്റഡ് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫോർ ഹിസ് അസെന്റ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അതിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം മുതൽ എന്താണ്? ബില്ലുകൾ നിയമങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. That means that constitutional amendment bill became constitutional amendment act of so and so year. ഇതിനകത്ത് ചില കാര്യങ്ങളിൽ ഇപ്പൊ രാജ്യസഭയും ലോക്സഭയും തീരുമാനമെടുത്തു. നമ്മൾ രണ്ടാമത്തെ കേസിൽ പറഞ്ഞു, ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഘടകങ്ങളാണെങ്കിൽ യു വിൽ ഹാവ് ടു സെൻഡ് ഇറ്റ് അക്രോസ് ടു ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലികൾ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉള്ള യൂണിയൻ ടെറിട്ടറീസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, നിയമനിർമ്മാണ സഭകളിലേക്ക് നമ്മൾ ഇത് അയക്കുകയും ആകെ സ്റ്റേറ്റിന്റെ 50% എങ്കിലും, അതായത് പകുതി സംസ്ഥാനമെങ്കിലും ഈ ബില്ലിനെ സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കിയാൽ ആ ബില്ല് പാസ്സായതായിട്ട് കരുതുകയും that will be submitted to the President of India for his assent. അതായത് രണ്ട് ഘടകമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ബൈ സ്പെഷ്യൽ മെജോറിറ്റി പ്രകാരം പാർലമെന്റിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പാർലമെന്റിന് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. ദാറ്റ് മീൻസ് ആ രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭയിലും സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാവണം, ലോക്സഭയിലും സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സായതിനു ശേഷം രാഷ്ട്രപതിക്ക് സമർപ്പിക്കാം. എന്നാൽ ചില സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളുടെ കൺസെന്റ് വേണ്ടുന്ന ചില നടപടികൾ, ചില പ്രൊവിഷനുകൾ ഭരണഘടനയിൽ അവശേഷിക്കുന്നുണ്ട്. അവയെ അമെൻഡ് ചെയ്യണമെങ്കിൽ സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലേക്ക് ബില്ലുകൾ അയക്കുകയും 50%-ലധികം സംസ്ഥാനങ്ങൾ അവയെ സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ രാഷ്ട്രപതിയിലേക്ക് ബില്ല് അയച്ചു കൊടുക്കുകയും രാഷ്ട്രപതി അതിന് സൈൻ ചെയ്യുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ബാക്കി വരുന്ന 50% സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താണ്? അവർ ഒപ്പോസ് ചെയ്താലും ശരി, അവർ താല്പര്യപ്പെട്ടില്ലെങ്കിലും ശരി, അവർ ഏതെങ്കിലും തരത്തിൽ ഇതിനെ വിമർശിച്ചാലും ശരി, അവിടെയൊന്നും അതിനെ ബാധിക്കുന്നതല്ല, ബില്ലിന്റെ ലൈഫിനെ ബാധിക്കുന്നതല്ല. എന്നാൽ 50%-ലധികം സംസ്ഥാനങ്ങൾ, ഓൾമോസ്റ്റ് ഒരു 51% സംസ്ഥാനങ്ങൾ അതിനെ വിമർശിക്കുകയും അതിനെ പരാജയപ്പെടുത്തുകയും ചെയ്താൽ ബില്ല് പരാജയപ്പെട്ടതായി കണക്കാക്കുകയും ആ ബില്ലിന്റെ അവസാനം അവിടെ ആവുകയും ചെയ്യും. ഇവിടെ ഇനി മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രപതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീറ്റോ പവർ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ലുകളുടെ മേൽ ഉണ്ടോ എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. As per the Constitutional Amendment Act of 24th Constitutional Amendment Act, there is no provision available for the President of India to veto the constitutional amendment. അതായത് രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാനുള്ള അവകാശമില്ല. 24ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം രാഷ്ട്രപതി എന്ത് ചെയ്യണം? രാഷ്ട്രപതി, the President of India should sign the Constitutional Amendment Bill. ഭരണഘടനാ ഭേദഗതികൾ അല്ലെങ്കിൽ ബില്ലുകളെ അല്ലെങ്കിൽ സഭ പാസ്സാക്കിയാൽ അവയെ അഡ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ സൈൻ ചെയ്യുക എന്നത് മാത്രമാണ് രാഷ്ട്രപതിക്ക് ചെയ്യുവാനുള്ള അവകാശം. There is no veto power available for the President of India on this Constitutional Amendment Act or Bill. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, an amendment of constitution can be initiated only by the introduction of a bill for the purpose in either house of parliament, Lok Sabha and Rajya Sabha, and not in the state legislature. അതായത് ഇന്ത്യൻ ഭരണഘടന അമെൻമെന്റിൽ ഭേദഗതി ബില്ലുകൾ അവതരിപ്പിക്കപ്പെടേണ്ടത് എവിടെയാണ് എന്നുള്ളതാണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും, ലോക്സഭയിലോ രാജ്യസഭയിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ അവതരിപ്പിക്കാം. ബട്ട് certainly not in the state legislature. സംസ്ഥാന ഭരണഘടന അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭകളിൽ ഒരു കാരണവശാലും ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ അവതരിപ്പിക്കുവാനുള്ള അനുവാദം നൽകപ്പെട്ടിട്ടില്ല. The bill can be introduced either by a minister or by a private member and does not require prior permission of the President of India. നമ്മൾക്കറിയാം, ബില്ലുകൾ അവതരിപ്പിക്കുന്നത് വേണമെങ്കിൽ ഒരു മിനിസ്റ്റർ ആവാം, അതായത് പബ്ലിക് മെമ്പർ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് മെമ്പർ ആകാം. എന്നാൽ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുവാദത്തിന്റെ ആവശ്യമില്ല. The bill must be passed in each house by a special majority, that is a majority of the total membership of the house and majority of 2/3 of the members of the house present and voting. ഇതിന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണം, സഭയിൽ ചില ദിവസങ്ങളിൽ ഹാജരാവുന്ന ആളുകളുണ്ട്, വോട്ട് രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട്. ഇപ്പം സഭയിൽ ആകെ അംഗങ്ങളുടെ മൂന്നിൽ 2 ആളുകൾ സഭയിൽ ഹാജരാവുകയും വേണം, വോട്ട് രേഖപ്പെടുത്തുകയും വേണം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു സഭയിൽ 300 നമ്പർ അല്ലെങ്കിൽ 300 MP-മാർ മാത്രമാണ് ലോക്സഭയിൽ ഉള്ളത് എന്ന് വിചാരിക്കുക. ബട്ട് ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആണ്. As per the Constitution of India, we have around 544 constitutional members in Lok Sabha, maximum 550. ഇത്തരത്തിൽ 544 പേര് ആണ് ഉള്ളത്. പക്ഷെ നമ്മുടെ കണക്ക് കൂട്ടാനുള്ള സൗകര്യത്തിന് we will consider it as 300. 3-2 ആളുകൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസമായിട്ട് എടുക്കാം, 21/9/2021 എന്ന് നമുക്ക് എടുക്കാം. ഈ 21/9/2021 300-ൽ 200 ആളുകൾ ഹാജരാവുകയും അവർ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം. എന്നാൽ ഇതിന്റെ മെജോറിറ്റി എന്ന് പറയുന്നത് 150 ആളുകൾ അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണം. അതിനെയാണ് നമ്മൾ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് വിളിക്കുന്നത്. നമ്മൾ we will discuss very detailed in the classes of types of majority. ഇവിടെ ഇതൊന്നും മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമാണ് ഇത് ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾ ഈ ലോക്സഭയിലാണ് ബില്ല് പാസ്സാക്കുന്നതെങ്കിൽ രാജ്യസഭയിലേക്ക് ബില്ല് ട്രാൻസ്ഫർ ചെയ്യണം. രാജ്യസഭയിലാണെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് പാസ് ചെയ്യണം, ലോക്സഭയിലേക്കും ഈ ബില്ല് പാസ് ചെയ്യണം. ഈ ബില്ല് പാസ് ചെയ്യുമ്പോൾ അവിടെ ചിന്തിക്കേണ്ട മറ്റൊരു വ്യക്തമായിട്ടുള്ള ഘടകം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഇരുസഭകളും എന്ത് ചെയ്യണം, വെവ്വേറെയായിട്ട് they will have to pass the constitutional amendment bill differently or separately. അല്ലാതെ ഈ ബില്ല് പാസ്സാകുമ്പോൾ അല്ല പാസ്സാകാതെ വരുമ്പോൾ ഡെഡ് ലോക്ക് ഉണ്ടാകുമ്പോൾ there is no provision of joint sitting available for the procedure of amendment of Constitution of India. ഇന്ത്യൻ ഭരണഘടനയെ അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജോയിന്റ് സിറ്റിംഗ് അവൈലബിൾ അല്ല. In case of a disagreement between the two houses, there is no provision for holding a joint sitting of the two houses for the purpose of deliberation and passage of the bill. If the bill seeks to amend the federal provisions of the Constitution, it must also be ratified by the legislature of half of the state by simple majority, that is a majority of members of the house present and voting. അതായത് സഭയിൽ ഹാജരാവുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത ആളുകളുടെ മെജോറിറ്റി എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് കൺസിഡർ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. വി ഹാവ് അറൌണ്ട് 140 മെമ്പേഴ്സ്. ഒരു പർട്ടിക്കുലർ ഡേയിൽ 20 പേര് ആബ്സെന്റ് ആയി, വേറെ ആളുകൾ 20 പേര് എന്താണ് വോട്ട് രേഖപ്പെടുത്തിയില്ല, ദേ അബ്സ്റ്റെയിൻ ഫ്രം വോട്ടിംഗ്. മാക്സിമം 100 പേര് മാത്രമാണ് പ്രസന്റ് ആൻഡ് വോട്ടിങ്ങിലേക്ക് വന്നത്. ആ സാഹചര്യത്തിൽ ഇതിന്റെ മെജോറിറ്റി മതി, 50% പ്ലസ് 1 മതി എന്തിന്, ഒരു മെജോറിറ്റിനെ കൺസിഡർ ചെയ്യാൻ. ദാറ്റ് ഈസ് അബൌട്ട് ദ സിമ്പിൾ മെജോറിറ്റി. ആഫ്റ്റർ duly passed by the both houses of parliament and ratified by the state legislature where necessary, the bill is presented to the President of India for his assent. The President must give his assent to the bill. He can neither withhold his assent to the bill nor return the bill for reconsideration of the Parliament. After the President's assent, the bill becomes an act and a constitution stands amended in accordance with the terms of act as well. എന്നാൽ ഇതിന് കുറച്ച് എന്താണ്
വിപരീതമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫണ്ടമെന്റൽസിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള ചില സാഹചര്യങ്ങൾ കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അമേരിക്ക ഭരണഘടനയെ നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ഭരണഘടനയ്ക്ക് there is a clear cut procedure to amend the constitution, amend their constitution. That means അവർക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ കൺവെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഫോർ അമെൻഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ ഒരു ബോഡി ഉണ്ട്. The constant power is vested in the parliament only in few cases in the state legislature. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു സാധ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കൺവെൻഷൻ ഉണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ അത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ കൺവെൻഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പാർലമെന്റ് വിൽ ബി ആക്ടിങ് ആസ് എ കൈൻഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ആൻഡ് അത്തരത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഒരു കൂടുതൽ അവകാശങ്ങൾ പാർലമെന്റിൽ നിക്ഷിപ്തമാവുകയും സംസ്ഥാനങ്ങൾക്ക് അത്തരത്തിലുള്ള അവകാശങ്ങൾക്ക് കുറവുണ്ടാവുകയും ചെയ്യുന്നു, അധികാരങ്ങൾക്ക് കുറവുണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് ഒരു ചിന്ത എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എ മെജോറിറ്റേറിയൻ ഗവൺമെന്റ് ക്യാൻ അമെൻഡ് the major parts of Constitution of India. The power to initiate the amendment to the Constitution lies with the Parliament. Hence, unlike in the US, the state legislature cannot initiate any bill or proposal for amending the Constitution, except in one case, that is passing a resolution requesting the Parliament for the creation or abolition of legislative council in the state. Here also, the Parliament can either approve or disapprove such resolution or may not take any action on it. നമുക്കറിയാം ഇന്ത്യയില് സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവരുവാനുള്ള അവകാശമില്ല. ഇൻസ്റ്റഡ് ദേ ക്യാൻ പാസ് സർട്ടൻ റെസൊല്യൂഷൻ. ആ റെസൊല്യൂഷൻ പ്രമേയങ്ങൾ പാസ്സാക്കാനുള്ള അവകാശമുണ്ട്. ആ പ്രമേയങ്ങൾ അനുസരിക്കാതിരിക്കാനുള്ള അധികാരം പാർലമെന്റിനും നൽകുന്നുണ്ട്. എ മേജർ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അമെൻഡഡ് ബൈ പാർലമെന്റ് അലോൺ, either by a special majority or a simple majority. Only in few cases consent of the state legislature is required, and to that only half of them. പക്ഷേ USA-യിൽ 3/4 ഓഫ് ദ സ്റ്റേറ്റ് എന്ത് ചെയ്യണം? അനുവാദം നൽകണം. ഇന്ത്യയിൽ 50% സംസ്ഥാനങ്ങൾ സിമ്പിൾ മെജോറിറ്റിയിൽ ബിൽ പാസ്സാക്കിയാൽ മതി. US-ൽ 4/3 സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യണം? അവയെ അംഗീകരിക്കണം. The Constitution does not prescribe the time frame within which the state legislature should ratify or reject an amendment submitted to them. Also, it is silent on the issue of whether the state can withdraw their approval after according the same. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും, അതായത് സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലികളുടെ കൺസേണിലേക്ക് വേണ്ടിയിട്ട് ഒരു ബില്ല് ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ അവരുടെ അപ്രൂവൽ അല്ലെങ്കിൽ ഡിസപ്രൂവൽ അറിയിക്കണം എന്നതിനെ കുറിച്ച് ഭരണഘടന പ്രത്യേകം പറയുന്നില്ല. എന്നാൽ അടുത്ത ഒരു പ്രൊവിഷൻ, അതായത് സംസ്ഥാനങ്ങൾക്ക് അവയുടെ അപ്രൂവൽസിനെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കൺസെന്റിനെ വിഡ്രോ ചെയ്യാനുള്ള അവകാശമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചും ഭരണഘടന വളരെയധികം സൈലന്റ് ആണ്. There is no provision for holding a joint sitting of both the House of Parliament if there is a deadlock or the passage of constitutional amendment bill. On the other hand, a provision for a joint sitting is made in the case of an ordinary bill. എന്നാൽ സാധാരണ ഓർഡിനറി ബില്ലുകൾക്ക് ജോയിന്റ് സിറ്റിംഗുകൾ അവൈലബിൾ ആക്കി കൊടുക്കുമ്പോൾ തന്നെ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾക്ക് അത്തരത്തിലുള്ള ഒരു പ്രൊവിഷൻ നമ്മൾക്ക് അവൈലബിൾ അല്ല. The process of amendment is similar to that of legislative process, except for the special majority. The constitutional amendment bills are to be passed by Parliament in the same way as ordinary bill. They leave a wide scope for taking matter to the judiciary. അതുകൊണ്ട് തന്നെ പല സാഹചര്യത്തിലും ഈ ഒരു തീരുമാനങ്ങൾ പലപ്പോഴും കോടതികളിലേക്ക് പോവുകയും പല പ്രൊവിഷൻസിനെയും അവർക്ക് സ്ട്രൈക്ക് ഔട്ട് ചെയ്യാനുള്ള അവകാശത്തിനെ തുറന്നു വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഈ ഭരണഘടനാ ഭേദഗതികളെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ജുഡീഷ്യറിക്ക് അല്ലെങ്കിൽ ജുഡീഷ്യറി മുന്നോട്ട് വെച്ചിട്ടുള്ള ചില ഭാഗങ്ങൾ, ചില ജുഡീഷ്യറിക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത്. ബട്ട് സുപ്രീം കോടതി സ്ട്രൈക്ഡ് ഔട്ട് ദ എൻറ്റയർ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബിൽ ആസ് വെൽ. പത്രത്തിലുള്ള ഒരു ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. Describe the procedure of amendment of the Constitution of India under Article 368. Why this amendment procedure has been often criticized. ഈ മുൻപിൽ പറഞ്ഞിരിക്കുന്ന സ്ലൈഡുകൾ ചേർത്ത് വെച്ചിട്ടാണ് ഈ ആൻസേഴ്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഇതിനു ശേഷമുള്ള ക്ലാസ്സുകളിൽ നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മെജോറിറ്റിയെ കുറിച്ചിട്ടായിരിക്കും. So I request and I hope everyone will be watching these classes. Have a great day.